أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. اللهم ألهمني رشدي وأعذني من شر نفسي. മനുഷ്യപിതാവ് ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് സ്വർഗത്തിലാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുണ്ടായിരുന്ന അവൻ്റെ സൃഷ്ടികളോട് ഈ പുതിയ സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. അങ്ങനെ അന്നുണ്ടായിരുന്ന മലക്കുകൾ മുഴുവൻ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തു. ആ കൽപ്പന അനുസരിക്കേണ്ടിയിരുന്ന ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച് അഹങ്കാരം കാണിച്ചു. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ കാലാകാലത്തേക്ക് ശപിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഇബ്ലീസ് അള്ളാഹുവിൻ്റെ മുന്നിൽ പറയുന്ന ഒരു വചനം പരിശുദ്ധ ഖുർആൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ശൈലികളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. അള്ളാഹുവേ, നിന്റെ ഇസ്സത്ത് കൊണ്ട് തന്നെ സത്യം, ഞാൻ ഇവരെ എല്ലാവരെയും വഴികെടുത്താൻ ശ്രമിക്കുന്നതാണ്. ഖാല ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. ഇവർക്ക് ഞാൻ തിന്മകൾ മനോഹരമായി തോന്നിച്ചു കൊടുത്തുകൊണ്ട് ഇവരെ എല്ലാം വഴികെടുത്തും എന്ന് പിശാച് പറയുന്നുണ്ട്. ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം. ഇവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തൂടെയും ഇടതുഭാഗത്തൂടെയും എല്ലാം ഞാൻ ഇവരിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഇവരെ വഴികെടുത്തും എന്നിങ്ങനെ അന്ന് പിശാച് അള്ളാഹുവിനോട് പറഞ്ഞ വാചകം അള്ളാഹു വ്യത്യസ്തമായ രീതിയിൽ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യനെ വഴികെടുത്താൻ വേണ്ടി ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ശപഥം ചെയ്തുകൊണ്ട് ഇറങ്ങിയവനാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിൻ്റെ സൈന്യങ്ങൾ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ ദാസന്മാരെ വഴികെടുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഷരീഫിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് ഉണർത്തുന്ന ഒരു കാര്യമാണ്, ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. നിങ്ങൾ ശൈത്താനെ പിൻപറ്റരുത്, ശൈത്താന്റെ ചുവട്ടടികൾ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. ശൈത്താൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് തെറ്റായ കാര്യങ്ങളായിരിക്കും, മോശമായ പ്രവർത്തികളായിരിക്കും എന്നിങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ശൈത്താനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നൽകുന്നുണ്ട്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ രീതിയിൽ ഗൗരവത്തോടെ ഉണർത്തുന്ന കാര്യമാണ്, നിങ്ങൾ ശൈത്താന്റെ വലയത്തിൽ അകപ്പെട്ടു പോകരുത്, ശൈത്താന് നിങ്ങൾ അടിമപ്പെട്ടു പോകരുത്, ശൈത്താനെ അനുസരിച്ചു പോകരുത് എന്നിങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ശൈത്താന്റെ പരിശ്രമം മനുഷ്യനെ ഏറ്റവും ആദ്യമായി ശൈത്താൻ പരിശ്രമിക്കുന്നത് മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ കുഫറിലേക്ക് എത്തിക്കാനാണ്. കാരണം ഒരു മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന വിഷയത്തിൽ ശൈത്താൻ വിജയിച്ചാൽ, ഒരു മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുത്താൻ ശൈത്താന് സാധിച്ചാൽ പിന്നെ ആ മനുഷ്യന്റെ വിഷയത്തിൽ ശൈത്താന് മറ്റൊരു പരിശ്രമത്തിൻ്റെയും ആവശ്യമില്ല. ഒരു മനുഷ്യൻ ഈമാൻ നഷ്ടപ്പെട്ട് കുഫറിലേക്ക് എത്തിയാൽ
പിന്നെ ആ മനുഷ്യനെ കുറിച്ച് ശൈത്താന് യാതൊരു വേവലാതിയുമില്ല. കാരണം അവൻ മരിച്ചാൽ നേരെ നരകത്തിലേക്ക് പോകും എന്നുള്ളത് ശൈത്താൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ശൈത്താന്റെ ഏറ്റവും ആദ്യത്തെ പരിശ്രമം മനുഷ്യന്റെ മനസ്സിൽ കുഫ്ർ നിക്ഷേപിക്കുന്നതിനുള്ള പരിശ്രമമായിരിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള സംശയങ്ങൾ മനസ്സിലിട്ട് കൊടുക്കാൻ തുടങ്ങും. അള്ളാഹുവിനെ കുറിച്ചുള്ള നിഷേധാത്മകമായ ചിന്തകൾ മനുഷ്യന്റെ മനസ്സിലിട്ട് തരും. ആഖിറത്തിനെ കുറിച്ചുള്ള സംശയങ്ങൾ മനുഷ്യന്റെ മനസ്സിലിട്ട് തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച്, ഒരു മുസ്ലിം വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ പിശാച് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് മനുഷ്യന്റെ വിശ്വാസം തകർക്കാൻ, മനുഷ്യന്റെ ഈമാൻ നശിപ്പിച്ച് കുഫറിലേക്ക് എത്തിക്കാനാണ് ആദ്യമായി പിശാച് പരിശ്രമിക്കുക. ഒരു മനുഷ്യന്റെ ഈ ഒരു ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഈമാനാകുന്ന അനുഗ്രഹം നൽകിക്കൊണ്ട് പിശാചിന്റെ പരിശ്രമത്തിൽ നിന്ന് ആ മനുഷ്യൻ രക്ഷപ്പെട്ട് കുഫറിലേക്ക് പോകാതെ അവന്റെ ഈമാൻ സുരക്ഷിതമായിരിക്കുന്ന ഒരു അവസരത്തിലേക്ക് മനുഷ്യൻ എത്തിയാൽ അടുത്തതായി പിശാചിന്റെ പരിശ്രമം, രണ്ടാം ഘട്ടമായി പിശാച് പരിശ്രമിക്കുന്നത് മനുഷ്യനെ കൊണ്ട് വൻ പാപങ്ങൾ ചെയ്യിക്കാനാണ്. മഹാനായ ആദം അലൈഹിസ്സലാമിനെ പിശാച് ആദ്യമായി ഈ ഒരു പരിശ്രമത്തിലൂടെ പരാജയപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനോടും ഭാര്യ ഹവ്വ അലൈഹിസ്സലാമിനോടും കൽപ്പിച്ചത്, നിങ്ങൾ സ്വർഗത്തിൽ സന്തോഷമായി ജീവിച്ചുകൊള്ളുക, പക്ഷേ ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ കഴിക്കരുതെന്നാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം വെച്ചു, ഒരു കാര്യം നിഷിദ്ധമാക്കി, ആ ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം കഴിക്കാൻ പാടില്ല എന്ന് ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമം വെച്ചു കൊടുത്തപ്പോൾ അവിടെ ഇബ്ലീസ് വന്നിട്ട് പരിശ്രമിച്ചത് ആദം അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ആ നിഷേധിക്കപ്പെട്ട കാര്യം, ആ നിരോധിക്കപ്പെട്ട കാര്യം, ആ ഹറാമിനെ മനോഹരമാക്കി കാണിക്കാനാണ്. അങ്ങനെ ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിനെ പിശാച് വഴികെടുത്തുന്നത്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നത് സൂറത്തുൽ അറാഫിലൂടെ അല്ലാഹു പറയുന്നു, ഫവസ്വസ ലഹുമ ശൈത്താൻ. ശൈത്താൻ അവരുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഇട്ടു കൊടുത്തുകൊണ്ടാണ്. എന്താണ് പറഞ്ഞു കൊടുത്തത്? വഖാസമഹുമ, ശൈത്താൻ അവരോട് സത്യം ചെയ്ത് പറഞ്ഞു, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പിശാച് സത്യം ചെയ്തുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ല, ശാശ്വതമായി ഈ സ്വർഗത്തിൽ താമസിക്കാൻ, ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ നേതൃത്വം, അധികാരം നിങ്ങൾക്ക് ലഭിക്കാൻ, ഈ മലക്കുകളെ പോലെ അല്ലെങ്കിൽ ഈ മലക്കുകളെക്കാൾ ഉന്നതരായി ഈ സ്വർഗത്തിലെ നേതൃത്വത്തോടുകൂടി നിങ്ങൾക്ക് ശാശ്വതമായി ഇവിടെ ജീവിക്കാൻ സാധിക്കും, ഇതെന്റെ ഉറപ്പാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ് എന്നൊക്കെ ഒരുപാട് സത്യം ചെയ്ത് ഒരുപാട് മനോഹരമാക്കി കാണിച്ചുകൊണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ടാണ് പിശാച് ആദം അലൈഹിസ്സലാമിനെ കൊണ്ട് ആ തിന്മ ചെയ്യിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഈ ഒരു ശൈലി ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ വിഷയത്തിൽ ശൈത്താൻ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ യാ ബനി ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യരെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെ അവൻ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു പറഞ്ഞത്. കാരണം ശൈത്താന്റെ ശൈലി ഖിയാമത്ത് നാൾ വരെയും ഇതാണ്, മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളോടുള്ള താല്പര്യം ജനിപ്പിക്കുക, അതിനെ മനോഹരമാക്കി ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുക, അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നോ അല്ലെങ്കിൽ അതൊക്കെ പുരോഗതിയാണെന്നോ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഇതാണ് ശൈത്താന്റെ എപ്പോഴുമുള്ള പരിശ്രമം. ഇന്നും അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ വിശ്വാസികൾക്കിടയിലേക്ക്, മുഅ്മിനീങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്നത് ഇതേ പേരുകളിൽ തന്നെയാണ്. ഓരോ സത്യവിശ്വാസികളെയും ആകർഷിക്കാൻ വേണ്ടി, വഴിതെറ്റിക്കാൻ വേണ്ടി മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിൻ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താന്മാരുണ്ടാകും എന്നത് പരിശുദ്ധ ഖുർആന്റെ മുന്നറിയിപ്പാണ്. എപ്രകാരം
നാം പിശാചുക്കളെന്ന് കരുതുന്ന ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാരുണ്ടോ അതുപോലെ മനുഷ്യരിലും പെട്ട ശൈത്താന്മാരുണ്ടാകും. അള്ളാഹുവിന്റെ നല്ല ദാസന്മാരെ വഴികെടുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. ഇവരുടെ പരിശ്രമം എന്താണ്? ആദ്യം ഇബ്ലീസ് ആദം അലൈഹിസ്സലാമിനെ എങ്ങനെ വഴികെടുത്തിയോ അതേ രീതിയിൽ ഓരോ മനുഷ്യനെയും വഴികെടുത്താൻ വേണ്ടി ഓരോ മനുഷ്യന്റെയും അടുത്തേക്ക് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ വന്ന് ഇതേ രീതിയിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ മനോഹരമാക്കി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെക്കുറിച്ച് അതെല്ലാം നല്ലതാണെന്ന് തോന്നിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് സത്യം ചെയ്തുകൊണ്ട് പറയും. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനിത് പറഞ്ഞു തരുന്നതാണ് എന്നുള്ള സത്യം ചെയ്തുകൊണ്ട് ഈ തിന്മകൾ ചെയ്യാനുള്ള പ്രേരണ നൽകും. ഇത് ആദ്യമായി തുടങ്ങി വെച്ചത് ഇബ്ലീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ സിന, അതിനെ മറ്റു പല പേരുകളിലും വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്തിന്റെ പുരോഗമനമാണെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ഓരോരോ പ്രവർത്തനങ്ങളെയും അത് പുരോഗമനമാണെന്ന പേരിലോ അല്ലെങ്കിൽ നവീകരണമാണ്, ആധുനിക ചിന്താഗതിയാണെന്നുള്ള പേരിലോ മനുഷ്യർക്കിടയിലേക്ക് കൊണ്ടുവരികയും അതിനെയൊക്കെ സാധാരണവൽക്കരിക്കുകയും മനുഷ്യൻ ഇതൊക്കെ ചെയ്തിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്, ഇന്നത്തെ കാലത്ത് ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നിങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി മനുഷ്യനെ വഴികെടുത്തും. അതാണ് പിശാചിന്റെ പരിശ്രമം എന്ന് പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് എത്രയൊക്കെ നല്ല വാഗ്ദാനങ്ങൾ കേട്ടാലും എത്രയൊക്കെ അലങ്കരിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം അതൊരു മനുഷ്യന് ചെയ്യൽ ഹലാലാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വൻപാപമായി നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യം അത് മനുഷ്യനെ ചെയ്യിക്കാൻ ആരൊക്കെ പരിശ്രമിച്ചാലും ആ പരിശ്രമിക്കുന്നവൻ പിശാചുക്കളാണ് എന്ന് തിരിച്ചറിയുകയാണ് ആദ്യമായി വേണ്ടത്. ഈ ഒരു ഘട്ടത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടാൽ, വൻപാപങ്ങൾ ചെയ്യുക എന്നുള്ള ഘട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചാൽ ആ മനുഷ്യന്റെ വിഷയത്തിൽ പിശാച് പയറ്റുന്ന അടുത്തൊരു മുറയാണ് ചെറുപാപങ്ങൾ ആ മനുഷ്യനെ ചെയ്യിക്കാനുള്ള പരിശ്രമം. ഒരു മനുഷ്യനെ കൊണ്ട് ശൈത്താൻ പിശാച് ചെറുപാപങ്ങൾ ചെയ്യിക്കാൻ തുടങ്ങും. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, വലിയ തെറ്റൊന്നുമല്ലല്ലോ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ആവശ്യമായതുകൊണ്ട് ചില അത്യാവശ്യ സമയത്ത് ചെയ്യുന്നതല്ലേ, ഇതൊക്കെ ചെയ്യാതെ ഇന്നത്തെ കാലത്ത് ആര് ജീവിക്കാനാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ മനുഷ്യന്റെ മനസ്സിൽ ഇട്ടുകൊടുത്തുകൊണ്ട് തെറ്റായ ചെറിയ പാപങ്ങൾ മനുഷ്യനെ കൊണ്ട് ശൈത്താൻ ചെയ്യിക്കും. പക്ഷേ ഇതിന്റെ പേരിലുണ്ടാകുന്ന വലിയൊരു അപകടം എന്താണ്? ഇത്തരം ചെറു പാപങ്ങൾ മനുഷ്യൻ ചെയ്ത് അത് ശീലമാക്കുകയും അവന്റെ ജീവിത ശൈലിയുടെ ഭാഗമായി മാറുകയും അവൻ പോലും അറിയാതെ അവൻ വൻപാപങ്ങളിലേക്ക് ആ ഒരു നിസ്സാര മനസ്സോടുകൂടി കടന്നു പോവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും ഗൗരവമേറിയ തെറ്റാണ് ഒരു തിന്മയെങ്കിലും നിസ്സാരമായി കാണുക എന്നുള്ളത്. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ വരികയും അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ, ഹറാമാക്കിയ കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ നിസ്സാരമായി തോന്നാൻ തുടങ്ങുകയും അതിന് ഗൗരവമില്ലാത്ത രീതിയിൽ മനുഷ്യൻ അതിനെ കണക്കാക്കുകയും അങ്ങനെ മനുഷ്യൻ ക്രമേണ ചെറുപാപങ്ങളിൽ നിന്ന് വൻ പാപങ്ങളിലേക്ക് പോവുകയും അതുവഴി ഈമാൻ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കും എത്തിക്കും. ഇതാണ് ശൈത്താന്റെ കുതന്ത്രം. ഈ രീതിയിൽ മനുഷ്യനെ വഴിപിഴപ്പിക്കുക, ഇതാണ് ശൈത്താന്റെ ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ശപഥം ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് സത്യം ചെയ്ത് ഇറങ്ങിയവനാണ് പിശാച്. അതുകൊണ്ട് ഈ ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മനസ്സിൽ ശൈത്താൻ അവന്റെ തീരുമാനങ്ങൾ, അവന്റെ അനുസരണ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കയറ്റുന്നത്, ശൈത്താനെ അനുസരിക്കാനുള്ള മനോഭാവം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് പിശാച് കയറ്റുന്നത് 3 മാർഗങ്ങളിലൂടെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ 3 മാർഗങ്ങൾ യഥാർത്ഥത്തിൽ ശൈത്താൻ മനുഷ്യന് വേണ്ടി നരകത്തിലേക്ക് തുറന്നു വെച്ച വാതിലുകളായിട്ട് വേണം മനസ്സിലാക്കാൻ. ഒരു മനുഷ്യന്റെ മുന്നിൽ ശൈത്താൻ നരകത്തിലേക്ക് തുറന്നു വെച്ച 3 വാതിലുകളാണ്. ഈ 3 മാർഗങ്ങളിലൂടെയാണ് ശൈത്താൻ മനുഷ്യനെ വഴികെടുത്താൻ ശ്രമിക്കുക എന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തേത് ബാബു ശുബ്ഹത്ത് എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യന്റെ മനസ്സിൽ സംശയം ഇട്ടുകൊടുത്തുകൊണ്ടാണ് പിശാച് ആദ്യമായി കടന്നു വരുന്നത്.
ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ശൈത്താന് കടന്നു വരാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ് സംശയത്തിന്റെ കവാടം. അള്ളാഹുവിനെ കുറിച്ചുള്ള സംശയങ്ങൾ മനസ്സിലിട്ട് കൊടുക്കും, ആഖിറത്തിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇട്ട് കൊടുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ ഇട്ട് കൊടുക്കും, തെറ്റായ ചിന്തകൾ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. ഇത്തരത്തിലുള്ള ചിന്തകൾ വരുമ്പോൾ ആ ഘട്ടത്തിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ, ആ ഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ കാലുകളെങ്ങാനും വഴുതിപ്പോയാൽ അവൻ പിന്നെ ശൈത്താന് അടിമപ്പെട്ടു പോകും. ശൈത്താന്റെ കൽപ്പനകൾക്കനുസരിച്ച് അവൻ ജീവിക്കുന്നവനായി മാറും. നഊദു ബില്ലാഹ്, അവന്റെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ട് കുഫറിലേക്ക് പോകുന്നതിന് ഈ ഒരൊറ്റ പ്രവൃത്തി കാരണമാകും, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയം. അതുകൊണ്ട് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ വരുന്ന തെറ്റായ സംശയങ്ങൾ, ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയങ്ങൾ, ആഖിറത്തിനെ കുറിച്ചുള്ള സംശയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, പരിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള സംശയങ്ങൾ, ഇത് ആര് ഇട്ടു തരുന്നതാണെങ്കിലും, നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും, നാമുമായി എത്ര അടുപ്പമുള്ളവരാണെങ്കിലും, ഏത് മനുഷ്യരിട്ട് തരുന്നതാണെങ്കിലും, ഇനി മറ്റെവിടെ നിന്നെങ്കിലും നമുക്ക് ലഭിക്കുന്നതാണെങ്കിലും, അതെല്ലാം ശൈത്താന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ വന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ ദീനുൽ ഇസ്ലാമിന് നിരക്കാത്ത ചില തെറ്റായ സംശയങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്, അത് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ പോലും ബുദ്ധിമുട്ടാകുന്നുണ്ട്, അതെന്താണ് സംശയം എന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുകയില്ല, അത്ര മോശമായ ചിന്താഗതികൾ ഞങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് എന്ന് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം സംശയങ്ങൾ മനുഷ്യ സഹജമായി വരാവുന്നതാണ്. പക്ഷെ ആ വരുന്നതിന് അത് പിശാചിന്റെ പരിശ്രമമാണെന്ന് മനസ്സിലാക്കി അത്തരം സംശയങ്ങൾ ആരോടും പങ്കുവെക്കാനോ അല്ലെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ടിരിക്കാനോ അതുപയോഗിച്ച് നമ്മുടെ വിശ്വാസങ്ങൾ തകർക്കാനോ സാധിക്കാത്ത വിധം ആ ഘട്ടത്തിൽ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാൻ, അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ വശങ്ങൾ മനസ്സിലാക്കാൻ, ദീനുൽ ഇസ്ലാമിനെ യഥാർത്ഥമായി പഠിക്കാനുള്ള അവസരമായിട്ട് വേണം അതിനെ കാണാൻ. അതുകൊണ്ട് ശൈത്താൻ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന സംശയങ്ങൾ, ഈ സംശയങ്ങൾ യഥാർത്ഥത്തിൽ ശൈത്താന്റെ ഒരു കവാടമാണ്. ഇത് അടയ്ക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗം ശരിയായ ഇൽമാണ്. ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച് പഠിക്കുക, ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അഖീദകൾ, വിശ്വാസങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്, ആഖിറത്തിനെ കുറിച്ച് ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എൻ്റെ വിശ്വാസം എങ്ങനെയായിരിക്കണം, ഇത് യഥാർത്ഥമായ രീതിയിൽ പഠിക്കുക എന്നത് മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. രണ്ടാമതായി മനുഷ്യന്റെ മനസ്സിലേക്ക് ശൈത്താൻ കടന്നു വരുന്ന മാർഗമാണ് ഷഹ്വത്തുകൾ, മനുഷ്യന്റെ ഇച്ഛകൾ. ഏറ്റവും അധികം മനുഷ്യനെ കൊണ്ട് പാപങ്ങൾ ചെയ്യിക്കുന്നത് മനുഷ്യന്റെ ഇച്ഛകൾ മുൻനിർത്തിക്കൊണ്ടാണ്. ഈ ഇച്ഛകളെ ശൈത്താൻ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ കൊണ്ട് തിന്മകൾ ചെയ്യിക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹുവിന്റെ ദിക്റാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള ഭയം, അതെല്ലാ സമയത്തും ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ മാത്രമേ അവന്റെ മനസ്സിന്റെ ഇച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ. ഈ ഒരു ദിക്ർ നഷ്ടപ്പെട്ടാൽ, അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള ചിന്ത നഷ്ടപ്പെട്ടാൽ, ആ മനുഷ്യൻ പിന്നെ അവന്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തിന്മകളിലേക്ക് പോകും. അവിടെ ശൈത്താൻ അവന്റെ വിഷയത്തിൽ വിജയിക്കും. അതുകൊണ്ട് ശൈത്താൻ നമ്മിലേക്ക് കടന്നു വരാനുള്ള രണ്ടാമത്തെ മാർഗം നമ്മുടെ ഇച്ഛകളാണ്. അത് തടയുന്നതിന് വേണ്ടി എല്ലാ സമയവും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. മൂന്നാമതായി ശൈത്താൻ കടന്നു വരുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരു മാർഗം ഹദീസിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മനുഷ്യന്റെ കോപമാണ്. ഒരു മനുഷ്യന് വരുന്ന ദേഷ്യം, അത് മനുഷ്യ മനസ്സിലേക്ക് പിശാചിന് കടന്നു കയറുന്നതിനുള്ള ഒരു കവാടമാണ്. ഇതുപയോഗിച്ച് മനുഷ്യനെ കൊണ്ട് തിന്മകൾ ചെയ്യിക്കുന്നതിന് പിശാചിന് എളുപ്പമായി തീരും. അതിനുള്ള ഒരു കവാടമാണ് കോപം എന്നുള്ളത്, ദേഷ്യം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ദേഷ്യത്തെ നിയന്ത്രിക്കണം, കോപത്തെ നിയന്ത്രിക്കണമെന്ന് ഹദീസിൽ വ്യത്യസ്തമായ രീതിയിൽ വന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ആത്മാർത്ഥമായി സദഖകൾ നിക്ഷേപിക്കും. അതുകൊണ്ട് ശൈത്താന്റെ ലക്ഷ്യം എപ്പോഴും മനുഷ്യനെ തിന്മകൾ ചെയ്യിക്കുക, ഈമാനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക, കുഫ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ശപഥം ചെയ്തിറങ്ങി വന്ന
നമ്മുടെ പ്രത്യക്ഷ ശത്രുവാണ് ഷൈത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞത് ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ, ഷൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, ഫത്തഖിദൂഹു അദുവ, അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായി കാണണം എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് ഒരു മനുഷ്യന് ഷൈത്താനെ ശത്രുവായി കാണാൻ സാധിച്ചാൽ തന്നെ ഷൈത്താന്റെ ഫിത്നകളിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷൈത്താന്റെ മുഴുവൻ ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടാൻ ഈമാനോടുകൂടി മരണം വരെ ഈമാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ, അവസാനം